എന്തൊരു മഴ! ഈ വർഷത്തെ പോലെ ഒരു മഴ അയ്യോ, ഞാൻ എൻ്റെ ഓർമ്മയിൽ എനിക്കില്ല. മഴത്തുള്ളിയാണെങ്കിൽ അല്ലേ, തുള്ളിക്കൊരു കുടവെന്ന് പറഞ്ഞ പോലെ. അത് തന്നെ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴ എന്നതാണ്. അല്ല, മഴപ്പെയ്ത്തില് വയനാട്ടിൽ കണ്ടില്ലേ? അയ്യോ, പ്രകൃതി ദുരന്തം വിചാരിക്കാൻ കൂടെ പറ്റുന്നില്ല. അപ്പൊ നമ്മള് മലയുടെ മുകളിൽ താമസിച്ചാൽ ഉരുളുപൊട്ടും, സമതലത്തിൽ താമസിച്ചാലും സുരക്ഷിതരാന്ന് കരുതാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. നമ്മൾ വിചാരിക്കും കുന്നിന്റെ താഴെയല്ല, പ്രശ്നമില്ലാന്ന്. പക്ഷെ അല്ല, ആ കുത്തൊഴുകി വരുന്നത് നമ്മുടെ അടുത്തേക്കായിരിക്കും, താഴെ സമുദ്രത്തിലേക്ക്. അപ്പൊ ഒറ്റക്ക് താമസിച്ചാലും സുരക്ഷിതരല്ല നമ്മള് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോ. അപ്പൊ നമുക്ക് ആ വയനാട്ടില് മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. തീർച്ചയായിട്ടും. ജീവിക്കുന്നവരുടെ അവർക്ക് ആത്മബലം കിട്ടാൻ വേണ്ടിയും പ്രവർത്തിക്കാം, അല്ലേ ടീച്ചറെ? പിന്നെ പരിക്ക് പറ്റിയവര് എത്രയും വേഗം സുഖമാവട്ടെന്നും കൂടി സുഖമായിട്ട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും. ഞാൻ കുറച്ച് മുമ്പ് ഇങ്ങനെ നല്ല മഴ പെയ്യുന്ന കണ്ടപ്പം ടീച്ചറിനെ കുറിച്ച് ഓർത്തേ ഉള്ളൂ. ശരി, അത് തന്നെ പറ്റി ഓർത്തത് ടീച്ചർ ഇന്നാളെ ഒരു കവിത എഴുതിയത് ഞാൻ വായിച്ചായിരുന്നു. അതിനകത്ത് മഴത്തുള്ളിയെ വളരെ മനോഹരമായ ഒരു സാദൃശ്യകൽപ്പനയൊക്കെ കൊടുത്ത്. അപ്പൊ ടീച്ചർ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു അല്ലേ? നമ്മൾ ഒരുമിച്ച് പാലാവൂർ സ്കൂളില് കെമിസ്ട്രി അധ്യാപികയാണ്. ആണ്. അപ്പൊ കെമിസ്ട്രി അധ്യാപികയുടെ ഉള്ളില് ഇതുപോലെ ഒരു കവിഭാവന ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് ഈ കവിത കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് പഠിപ്പിക്കുമ്പോൾ കവിഭാവനയൊന്നുമില്ല, കെമിസ്ട്രി അല്ലേ ഉള്ളൂ. 2N+CL 2+2NaCl എന്നൊക്കെ പറഞ്ഞ് നേരെ പഠിപ്പിച്ചു പോയത്. പക്ഷെ പിന്നീടാണ് സാഹചര്യം വന്നപ്പോഴേക്കാണ് ഈ കവിത എഴുതണമെന്നൊക്കെ തോന്നിയത്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എഴുതും. ചിലപ്പോൾ പോകുന്ന വഴിക്കായിരിക്കും, ചിലപ്പോൾ രാത്രിയിൽ കിടക്കുമ്പോഴായിരിക്കും. ഇപ്പൊ എല്ലാം ഫോണിലാണല്ലോ, ഫോണിൽ പെട്ടെന്ന് പുസ്തകമായിട്ട് പ്രകാശനം ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോരുത്തരൊക്കെ പറയും. ചിലപ്പോൾ എനിക്ക് ചെറുതായിരിക്കും എഴുതാൻ വരിക. എനിക്കത് അറിയോ? കഥയൊന്നും വരെ വായിച്ചില്ല. കണ്ണുനീർ തുള്ളിയെ പാടുമോ? കൂട്ടത്തിൽ പാടും. സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം അഭിനന്ദനം അല്ലേ? അപ്പൊ കെമിസ്ട്രി ടീച്ചറെ കവിത എഴുതിയതിനൊരു അഭിനന്ദനം, ഒരു ബിഗ് സല്യൂട്ട്. അപ്പൊ ടീച്ചറിനെ എന്നെ ഏറ്റവും ആകർഷിച്ച കാര്യം ആ മഴത്തുള്ളിയെ രാജ്ഞിയുടെ കിരീടമായിട്ട് വളരെ മനോഹരമായ ഒരു സാദൃശ്യകൽപ്പന, ഉപമാലങ്കാര പ്രയോഗം അതെവിടുന്ന് കിട്ടി? അത് ഞാൻ കുഞ്ഞു നാളിലായിരിക്കുമ്പോൾ മുതൽ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അതെയോ? കൊച്ചു കുട്ടിയായി സ്കൂളിൽ പോയതിന് മുമ്പ് മുതൽ കണ്ടതായിരിക്കും എന്റെ തോന്നല്. ഈ ഓടെ ഇങ്ങനെ വെള്ളം വീഴുന്നത് തെറിക്കുമ്പോ ഞാനതിന് നോക്കി ഇരുന്നിട്ടുണ്ട്. അന്നൊക്കെ ഓടിട്ട വീടായിരുന്നല്ലോ. അതെ അതെ അതെ. ആ ഒരു ഓർമ്മയിൽ നിന്നാണ് ഞാൻ പണ്ട് സ്കൂളിൽ മഴ പെയ്യുമ്പോൾ സ്കൂളിൽ പോകാൻ മടിച്ചതും അമ്മയുടെ അടുത്ത് ചുറ്റി പറ്റിക്കൂടി ഇരിക്കുന്ന ആ സുഖമൊക്കെ ഒരു ദിവസം എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ. മഴക്കാലമാകുമ്പോൾ എപ്പോഴും അമ്മയുടെ ഒരു ഓർമ്മ വരും. അപ്പോൾ അങ്ങനെ എഴുതിയ കവിത അതൊരു 10 മണിക്കൊക്കെ ആണെന്ന് തോന്നുക, രാവിലെ ആ സമയത്ത് അടുക്കള നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് തോന്നുക. അന്നേരം എഴുതും. ടീച്ചറിന്റെ നിരീക്ഷണ പാഠവും ഞാനൊക്കെ ഇത്രയും കാലം നിരീക്ഷിച്ചിട്ട് ഇതൊന്നും കണ്ടുപിടിച്ചിട്ടേ ഇല്ലായിരുന്നു. ടീച്ചർ അത് പറഞ്ഞു കഴിഞ്ഞ് മഴ പെയ്തപ്പോ ഞാൻ നോക്കി. അതല്ലേ, വളരെ കറക്റ്റ് ആട്ടോ. അത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രേക്ഷകരെയും കൂടെ ഞാൻ ഇന്ന് കാണിച്ചു കൊടുത്തോളാം. ടീച്ചറിന്റെ കവിത ഞാനൊന്ന് വായിക്കാം. മഴ എന്നാണ് കവിതയുടെ പേര് തന്നെ അല്ലേ? നേരം പുലർന്നേറെയായെങ്കിലും പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കവേ കടന്നുപോയി കുട്ടിക്കാലം. ഇല്ലാത്ത തലവേദന അമ്മയെ ബോധിപ്പിച്ച് അച്ഛനെ ധരിപ്പിച്ച് ഓടി നിന്ന് പഠിക്കും തുള്ളികൾ രാജ്ഞിതൻ കിരീടമായി മാറുന്നതും നോക്കി മാരിതൻ സംഗീതവും കേട്ടിരിക്കവേ ചിന്തിച്ചു മഴക്കാലം അവധിക്കാലമായിരുന്നെങ്കിൽ. അമ്മതൻ ചൂടും പറ്റി വറുത്തതും പൊടിച്ച് ഹോ എന്തൊരു സുഖം. അതൊരു വല്ലാത്ത സുഖം തന്നെയായി. എന്തൊരു സ്കൂള്, എന്തൊരു മാഷന്മാര് അല്ലേ? നമ്മ കുട്ടിക്കാലത്താകുമ്പോ ഏതൊരു കുട്ടിയും ചിന്തിക്കും എന്തൊരു സ്കൂളാ, എന്തൊരു മാഷന്മാരാ, സ്കൂളിൽ പോയിട്ടെന്നെ കാര്യം. അന്നില്ല യെല്ലോ ഓറഞ്ച് റെഡ് അലേർട്ട്. അന്ന് ചാറ്റൽ മഴ, കനത്ത മഴ, കോഴിച്ചൊരിയും പെരുമഴ. കൺഗ്രാജുലേഷൻസ്. ഇത്രയും നല്ല കാവ്യഭാവന, നല്ല കവിതയാണ് കേട്ടോ. ഞാനത് എഴുതിയാലൊന്നും ഇത്രയും ഒപ്പൊന്നും ഇല്ല. ഇപ്പോഴല്ലേ ഒരു മഴ ചാറ്റും വരുമ്പോഴത്തേക്കും ടി വിയിൽ കാണാം എല്ലാ അലർട്ടും പ്രഖ്യാപിച്ചു. കുറച്ച് കനത്ത മഴ വരുമ്പോഴത്തേക്കും ഓറഞ്ച് അലർട്ട്. ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ കാസർഗോഡൊക്കെ റെഡ് അലർട്ട്. പണ്ട് ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. ഇതിപ്പോ മഴയുടെ തീവ്രത അനുസരിച്ച് അലേർട്ടുകൾ ഇങ്ങനെ മാറുന്നത് പ്രഖ്യാപിക്കും അല്ലേ? എന്നാലും വരാനുള്ള ദുരന്തങ്ങളെല്ലാം വരുകയും ചെയ്യും. അത് മനുഷ്യരുടെ പ്രവൃത്തി മൂലമാണ് ഇത്രമാത്രം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. ഉദാഹരണം
ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള പ്രദേശത്ത് പോലും ക്വാറികളൊക്കെ എത്ര നിയമം എന്ന് പറഞ്ഞാലും ആ നിയമത്തെയൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഈ ക്വാറികളൊക്കെ വലിയ മലമുകളിൽ ചെയ്യുന്നത്. അതൊക്കെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ, വെസ്റ്റേൺ ഗട്ട്സ് മുഴുവൻ നമുക്കറിയാമല്ലോ, പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ. പക്ഷേ അവിടെയാണ് ഇങ്ങനത്തെ വലിയ വൻ കെട്ടിടങ്ങൾ. അത് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത്, കസ്തൂരിനൊക്കെ ഞാൻ ചോദിക്കാൻ മനസ്സിലില്ല, ടീച്ചറിന്റെ സംസാരം നിർത്തിക്കഴിഞ്ഞ് ചോദിക്കാനിരിക്കുകയായിരുന്നു അദ്ദേഹത്തെ കുറിച്ച്. പറഞ്ഞതല്ലേ നമ്മളെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നുള്ളൂ. അതെ 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 അതെ, അത് നൂറ്റാണ്ടുകളൊന്നും കാത്തിരിക്കണ്ട, വരും വർഷങ്ങളിൽ ഇത് സംഭവിക്കാവുന്നതാണ് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത്. അതിനിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പണ്ടും ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിക്കാം. പ്രളയം 99 പ്രളയം എന്ന് പറയുന്നത് മൂന്നാർ അപ്പാടെ കളഞ്ഞു വരും. പക്ഷേ അതൊരു ഉരുൾപൊട്ടലിൻ്റെ ഇതല്ലായിരുന്നു. കൂടുതലായിട്ടും ജലം ഭയങ്കര കനത്ത മഴ പെയ്തതാണ്. പിന്നെ ഓരോ കാലഘട്ടത്തിൽ ദുരന്തങ്ങളുണ്ടാകും. ഇപ്പം ദുരന്തങ്ങളുടെ ആക്കം കൂടാൻ കാരണം വെച്ചാൽ ജനസാന്ദ്രത വർദ്ധിച്ചു. അപ്പോൾ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോഴത്തേക്കും നഷ്ടപ്പെടുന്ന ജീവനുകളുടെ എണ്ണം ധാരാളം വർദ്ധിക്കും. അതാണ് വിഷയം. ഒരുപക്ഷെ ഭാരം താങ്ങാനാവാതെ ഭൂമിദേവിയാകുന്ന അമ്മ തന്നെ ഇതിനൊരു പ്രതിവിധി കണ്ടെത്തുന്നതാവും. കുറെ പേര് മഹാമാരികളുടെ രൂപത്തില് കോവിഡ് വന്നു, എല്ലാം പിന്നെ നമുക്ക് വിചാരിക്കാൻ പറ്റുന്നുണ്ടോ? ദുരന്തങ്ങളുടെ രൂപത്തില് കുറെ പോയി കഴിഞ്ഞാലേ താങ്ങി നിർത്താൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. പിന്നെ കെട്ടിടങ്ങളൊക്കെ പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടല്ല കെട്ടിടങ്ങൾ പറയുന്നത്. അന്ന് കെട്ടിപ്പൊക്കുക ഒന്നുമില്ല. എല്ലാവരും സ്വാർത്ഥരായി നമ്മളാണ് മനുഷ്യർ. എങ്ങനെയും പണം സമ്പാദിക്കുക എന്നുള്ളതിലേക്ക് വരുമ്പോൾ സ്വാർത്ഥത വന്നതിനനുസരിച്ച് ദുരന്തങ്ങളുടെ എണ്ണം കൂടി വരും. ഒരു മാനദണ്ഡവും പാലിക്കാതെ നമ്മൾ പരിസ്ഥിതിക്ക് ഇണങ്ങി ജീവിക്കണം. ആ രീതിയിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പറ്റൂ. ഇനിയിപ്പോ നമ്മൾ എത്ര ഇണങ്ങി ജീവിക്കാൻ ശ്രമിച്ചാലും ഇതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വലിയ പാടാ. ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതൊക്കെ നിയമം മൂലം സർക്കാരുകൾ ചെയ്യേണ്ട കാര്യമാണ്. നിയമം മൂലം അതിന് കർശനമായ നിയന്ത്രണമുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ പാലിക്കുകയും വേണം. തീർച്ചയായിട്ടും. കുറച്ച് പേര് മാത്രം നിന്നിട്ട് കാര്യമില്ല. വ്യക്തികളെ നോക്കിക്കൊണ്ട് ആനുകൂല്യം കൊടുത്താലൊന്നും കരുതരുത്. നിയമമായിരിക്കണം. ആ രീതിയിൽ. അപ്പം ടീച്ചറുടെ കവിത വായിച്ചു, നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്തു അല്ലേ. വളരെ മനോഹരമായ ഭാവന കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അവിചാരിതമായി ഇന്നിങ്ങനെ കണ്ടു. അപ്പൊ നമ്മൾ അവിടുന്ന് നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നല്ലോ. പിന്നെ അപ്പൊ ഞാൻ ടീച്ചറെ പരിചയപ്പെടുത്തുകയാണ്. ശാന്തമ്മ ടീച്ചറെ പലവരും സ്കൂളിൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ മലയാള അധ്യാപികയായിരുന്നു, ടീച്ചർ കെമിസ്ട്രി അധ്യാപികയായിരുന്നു. അതിനുശേഷം ടീച്ചറെ ഇടക്കാലത്ത് കുറച്ച് ലീവ് എടുത്തിട്ട് രാഷ്ട്രീയത്തിലോട്ടൊക്കെ പോയി. 5 വർഷം ലീവായിരുന്നു. സ്കൂളിൽ നിന്ന് ലോസ് ഓഫ് പേയിൽ ലീവ് എടുത്തിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. പിന്നെ പിന്നെ ഈസ്റ്റ് ഏരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. പിന്നീട് 5 വർഷം കഴിഞ്ഞപ്പോൾ സ്കൂളിലേക്ക് തന്നെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഒരു മത്സരരംഗത്തേക്ക് വന്നു. അങ്ങനെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി. അപ്പം എന്തും വഴങ്ങുമെന്ന് തെളിയിച്ച ടീച്ചിങ്ങും രാഷ്ട്രീയവും. ടീച്ചറായതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയത്തിൽ പ്രയോജനപ്പെട്ടു. രാഷ്ട്രീയത്തിലായതുകൊണ്ട് തിരിച്ചു ഞാൻ 5 കൊല്ലം സ്കൂളിൽ നിന്ന് കഴിഞ്ഞ് സ്കൂളിലേക്ക് വന്നപ്പോഴും എനിക്ക് അത് ഇവിടെ സ്കൂളിൽ പ്രയോജനപ്പെട്ടു. അവിടുന്ന് കിട്ടിയ അനുഭവങ്ങൾ ഇവിടെ പ്രയോജനപ്പെട്ടു. അപ്പം പരസ്പരം എല്ലാം പ്രയോജനപ്പെടുത്തി കോർത്തിണക്കി ഒരു ജീവിതം. ഏതിനും പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളത്, ഏതിലും ഒരു പോസിറ്റീവായിട്ട് ഏതിനെ വീക്ഷിക്കുക. അപ്പോൾ എവിടെ നിന്നൊക്കെ നല്ലതിനെ സംഗ്രഹിക്കാൻ കഴിയുമോ, ആർജിക്കാൻ കഴിയുമോ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പിലും പ്രയോജനപ്പെടുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ നല്ലതിനെ സ്വീകരിക്കുക, മോശത്തെ തള്ളിക്കളയുക, നല്ലതിനെ നമ്മുടെ ബാക്കി ജീവിതത്തിൽ നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നുവോ അവിടെ പ്രയോഗിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ നല്ല ചിന്തയാണ്, നല്ല പോസിറ്റീവ് ചിന്തയാണ്. അപ്പൊ ടീച്ചറെ നമുക്ക് വീണ്ടും കാണാം. നന്ദി.